ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാളിതുവരെയുള്ള രക്തസാക്ഷികളും അവരുടെ മരണവും ആ ഒരു മരണത്തെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിനൊരു ധനസഹായം എന്നുള്ള രീതിയിൽ പിരിക്കുന്ന ഫണ്ടുകളിൽ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത്, മൊത്തത്തിൽ ഒന്നും വിവരിച്ചിട്ടില്ല ഞാൻ ആ പോസ്റ്റിൽ. ജസ്റ്റ് ആ ഒരു കണക്ക്, അതായത് അഭിമന്യുവിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ജസ്റ്റ് ഒരു കണക്ക് മാത്രമാണ് ഞാൻ അതിൽ എഴുതിയൊരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിന് തൊട്ട് താഴെ വന്നിട്ട് കുറച്ച് അടിമ അന്തം കമ്മികൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മള് എന്തെങ്കിലും ഒരു വെറുതെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വന്ന് വായി തോന്നുന്നതൊക്കെ അങ്ങ് എഴുതാണ്. അപ്പൊ ഇതാണ് ആ പോസ്റ്റ്. ഈ പോസ്റ്റിന്റെ താഴെയാണ് ആ കാണുന്ന കമന്റുകൾ വരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഈ കമന്റ് നോക്കിയോ. ഈ വ്യക്തിയാണ് വന്ന് പറയുന്നത് അവന്റെ നാട്ടിലോട്ട് ചെല്ലാം, അതായത് ഇടുക്കിയിലാണ് അവന്റെ നാട്, അവിടെ വന്നിട്ട് സംസാരിക്കാനാണ് പറഞ്ഞത്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കിടികെട്ടികൾ സഖാക്കൾ ജീവിക്കുന്ന ഒരു നാടാണ്. കണ്ണൂരങ്ങ് ഒന്നുമല്ല കൊല്ലത്തിന്റെ മുമ്പ്, നിനക്ക് അറിയാമായതുണ്ടാ. ഓക്കെ. അതോടൊപ്പം തന്നെ എന്റെ കുടുംബ പശ്ചാത്തലം മൊത്തവും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണ്. അവര് കമ്മ്യൂണിസ്റ്റിൽ അടിയുറച്ച് നിൽക്കുന്ന സഖാക്കൾ തന്നെയാണ് എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും. അതിനകത്ത് കോൺഗ്രസ് ഇല്ലെന്നല്ല, കോൺഗ്രസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിൽ, അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ നീ എന്നെ വിരട്ടി അങ്ങ് മൂത്രം പോക്കിച്ച് കളയാന്നുള്ളത് നീ വിചാരിക്കണ്ട. അത് നിന്റെ തോന്നല്ല. അത് ഈ പോസ്റ്റെ കാണുമ്പോൾ കുരുപൊട്ടിയിട്ട് എഴുതുന്നത്, അതൊക്കെ അങ്ങ് സമാധാനത്തോടെ കേട്ടാൽ മതി, അങ്ങ് വായിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഞാനിത് എന്തുകൊണ്ട് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ മരണപ്പെട്ടത് എന്റെ സമൂഹത്തിൽ നിന്നുള്ള ഒരു പയ്യനാണ്, അഭിമന്യു. അവനെ ഓർത്ത് മാത്രമാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. അപ്പൊ നിനക്കൊരു വിചാരം കാണും, പട്ടികജാതിക്കാർക്കിടയിൽ മാത്രമേ രക്തസാക്ഷികളുള്ളൂ, മറ്റുള്ളവർക്കിടയിലൊന്നും രക്തസാക്ഷിത്വം വന്നിട്ടില്ലേ. അത് മാത്രമല്ല, മറ്റുള്ള സമൂഹങ്ങളിലെല്ലാം തന്നെ രക്തസാക്ഷിത്വങ്ങൾ പല പല പാർട്ടികളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിയൊന്നും അതിന്റെ അട്ടിപ്പാറാവകാശമൊന്നും നമ്മൾ ഏറ്റെടുക്കാനും തയ്യാറല്ല. പിന്നെ നിനക്ക് ഞാനൊരു വോയിസ് നേരിട്ട് അങ്ങോട്ട് കേൾപ്പിക്കും. അദ്ദേഹം പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഈ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയൊന്നും, ഈ എല്ലാ സഖാക്കളൊന്നും ഈ പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയൊന്നും അല്ല ജീവിക്കുന്നത്. അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുണ്ട്. ആ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൽ നെഞ്ചേറ്റ് ജീവിക്കുന്നവരുണ്ട്. അതൊന്നും ഇനി പിണറായിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതേ കണക്ക് തന്നെ ഈ ജയരാജന്മാരുണ്ടല്ലോ, അവന്റെ ഒന്നും തലയിൽ പോലും കാണത്തില്ല കമ്മ്യൂണിസത്തിന്റെ വാക്കിന് അർത്ഥം പോലും. അവനൊക്കെ വെറും പണത്തിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയം കൊണ്ടുപോകുന്നത്. അപ്പൊ നിന്നെ ഈ അന്തംഗമ്മികളായിട്ടുള്ള എന്റെ പോസ്റ്റിനകത്ത് വന്ന് വായി തോന്നുന്ന എഴുതുന്ന ചില അന്തംഗമ്മികൾക്ക് ഞാനൊരു ജസ്റ്റ് ഒരു വോയിസ് ആണ് കേൾപ്പിക്കുക. കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ഒക്കെ പോട്ടെ, ഒരു സാധാരണ മനുഷ്യന്, ഒരു RSSകാരുടെ കടാരത്തുമ്പിൽ പിടഞ്ഞു വീണ് മരിച്ചുപോയൊരു സഖാവിന്റെ കുടുംബത്തെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി പിരിച്ച കാശിൽ ഒരു 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 നയാ പൈസ തൊടുമ്പോ പൊള്ളൂല്ലേ? ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പൊള്ളൂല്ലേ? അപ്പൊ എന്താ കാണിക്കുന്നത്? ഇവർ മനുഷ്യരല്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളം? ഏത് മനുഷ്യനും പൊള്ളും. ഇത് വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു മറുപടിയില്ല. ഞാൻ ഈ രാജേഷിനെയും അതുപോലെ തന്നെ ജയരാജനും ഒക്കെ വെല്ലുവിളിക്കുകയാണ്. ഇത് കണക്കാണല്ലോ, ആർക്കും ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ, ജനങ്ങളോട് പിരിച്ച കണക്കാണല്ലോ. അവർ ഈ കണക്കുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവോ? ഇതാരാ ഇന്ന് റെസീറ്റുകൾ ഉപയോഗിച്ച് ഇത്ര കാശാണ് ഞങ്ങൾ പിരിച്ചെടുത്തിട്ടുള്ളത്, ഇന്നത്തെ ഒരു ആളുകൾ ആ പിരിച്ചതിന്റെ കണക്ക് മുഴുവൻ ഞങ്ങളുടെ കൈവച്ചുണ്ട്, ഞങ്ങൾ ഇത് ഒരു മൂന്നാമതൊരു കക്ഷിയുടെ ഓഡിറ്റിന് വേണ്ടി വെക്കാൻ തയ്യാറാണ്. കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നതാണോ ശരി, അതോ പാർട്ടി നേതൃത്വം പറയുന്നതാണോ ശരി എന്ന് പരിശോധിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാലോ. ഇതിന് വേറെ സാങ്കേതിക പ്രശ്നമൊന്നുമില്ല, പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളോ സംഘടനാ കാര്യങ്ങളോ, വെറും കണക്കാണ്, അരിത്മാറ്റിക്സ് ആണ്. ആ അരിത്മാറ്റിക്സ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നതാണോ മറ്റവരാണോ പറയുന്നത് നോക്കാൻ മൂന്നാമതൊരു പാർട്ടിയെ, മാധ്യമപ്രവർത്തകരാവട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഈ കണക്ക് വെക്കുവോ? ഈ കണക്കൊന്ന് വെക്കുവോ? എന്നിട്ട് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞാണോ എന്ന് പറയാൻ പറ്റുമവർക്ക്? ഇത് വളരെ ക്ലിയർ അല്ലേ? വളരെ ക്ലിയർ അല്ലേ? കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ അറിയുന്ന ഒരാൾ, ഇവരുടെ ജീവിതം അറിയുന്ന ആൾ, ഈ മധുസൂദനെ പോലെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഓർക്കണം, മധുസൂദനെ. അപ്പൊ വോയിസ് ഞാൻ തന്നെ കേൾപ്പിച്ചത്, പട്ടികജാതിക്കാര് മാത്രമല്ല രക്തസാക്ഷികളാകുന്നത്, ആ പട്ടികജാതിക്കാരൻ ആയിട്ടുള്ള അവരുടെ രക്തസാക്ഷികളായിട്ടുള്ളവരുടെ സമൂഹത്തിൽ നിന്ന് മാത്രമല്ല സംസാരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. അപ്പൊ നീ ആ ചർച്ച യൂട്യൂബിൽ കിടപ്പുണ്ട്, നീ അത് നേരിട്ടത് കാണു, എന്നിട്ട് കണ്ടിട്ട് മനസ്സിലാക്ക്. നിലവിലെ രാഷ്ട്രീയ നേതാക്കളാണോ പ്രശ്നം, കമ്മ്യൂണിസം എന്ന ആശയമാണോ പ്രശ്നം? ഞാൻ ഇപ്പോഴും പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിനൊന്നും ഒരു കുഴപ്പമില്ല, അതിനൊന്നും നമ്മൾ അംഗീകരിക്കുകയും 100% നമ്മൾ നെഞ്ചേറ്റുകയും ചെയ്യും. പക്ഷെ ഈ ഉഡായിപ്പ് നേതാക്കളുണ്ടല്ലോ, അവനെയൊക്കെ തലയിലേറ്റിക്കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ പോലുള്ളവന്മാരങ്ങ് ചെയ്താൽ മതി. എല്ലാവരും ഒന്നും കിട്ടത്തില്ല. പിന്നെ നീ പറഞ്ഞ ഇടുക്കിയിലോട്ട് വന്നങ്ങ് ഉണ്ടാക്കി കളയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിനക്ക് ചുണയുണ്ടെങ്കിൽ ഇതാ എന്റെ നാട്ടിൽ കിടപ്പുണ്ട്. കൊല്ലം ജില്ലയിലാണ് എന്റെ സ്ഥലം, പള്ളിമണാണ് എന്റെ സ്ഥലം. നിനക്ക് ഇതിൽ കൂടുതൽ വല്ലതും വേണോ? കൊല്ലം ജില്ലയില് നെടുമ്പന പഞ്ചായത്തിൽ പള്ളിമണാണ് എന്റെ സ്ഥലം.
ഞാൻ ഈ ഒരു പോസ്റ്റും ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ പേര് നീ എന്നെ മൂക്കി കയറ്റാന്നുണ്ടെങ്കിൽ നീ അങ്ങ് മൂക്കി കയറ്റ്.